CPM-നെ നയിക്കാൻ പോകുന്നു, CPM-ന്റെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന വളരെ സുപ്രധാനമായ തീരുമാനം നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുമ്പോൾ MA ബേബി എന്ന രാഷ്ട്രീയ നേതാവ് മലയാളിക്ക് അത്രമേൽ സുപരിചിതനായ കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. അരനൂറ്റാണ്ടിലപ്പുറം കടന്ന രാഷ്ട്രീയ ജീവിതമാണ്, പൊതുരാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ജീവിതമാണ്. അടിയന്തരാവസ്ഥ കാലത്ത് അതിൻ്റെ കൊടിയ യാതനകളിലൂടെ കടന്നു വന്ന ഒരു നേതാവ് എന്നുള്ളതാണ്. SFIയുടെ മുൻരൂപമായിട്ടുള്ള KSF-ലൂടെ, കേരള സ്റ്റുഡൻസ് ഫെഡറേഷനിലൂടെ വന്ന് SFIയിലൂടെ DYFIയിലൂടെ CPM-ന്റെ കേന്ദ്ര നേതൃത്വത്തിൽ ദീർഘകാലം, അതേസമയം CPM-ന്റെ നിരവധി ഘടകങ്ങളിൽ നേതൃപരമായ പങ്കുവഹിച്ച സവിശേഷത കൂടിയുണ്ട്. ഇടക്കാലത്ത് CPM-ന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് അതേസമയം അതിനു മുമ്പ് തന്നെ സംസ്ഥാന സമിതി അംഗമായും സംസ്ഥാന സെക്രട്ടേറിയറ്റും പിന്നീട് കേന്ദ്ര കമ്മിറ്റിയിലേക്കും കേന്ദ്ര സെക്രട്ടേറിയറ്റിലും പ്രവർത്തിച്ച ആളാണ്. SFIയുടെയും അതുപോലെ തന്നെ DYFIയുടെയും അഖിലേന്ത്യാ നേതൃനിരയിൽ പ്രവർത്തിച്ച മറ്റ് രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന സീതാറാം യെച്ചൂരിയെ പോലെ, പ്രകാശ് കാരാട്ടിനെ പോലെ ആ നിലയിൽ തലയെടുപ്പോടെ CPM-നെ വരും കാലങ്ങളിൽ ഇതിൻ്റെ വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയുന്ന, ആ വെല്ലുവിളികളിൽ ആ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഒരു നേതാവായി മാറുന്നു. നമ്മൾ കൊടുത്ത ഈ വാർത്തയിലൂടെ അടക്കം നമ്മൾ കൊടുക്കുന്ന വാർത്തയടക്കം പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ആവേശം ഇവിടെ ആകെ കാണാം. ഇവിടെ ആകെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ച കൂടിയാണ് ഇത്.